രൂപത വൈദികനും കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപത ഡയറക്ടറുമായ റവറൽ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേലിനെ കാറിടിപ്പിച്ച് വീഴ്ത്തി പ്രതികൾ കടന്നുകളഞ്ഞ സംഭവത്തിൽ ദുരൂഹതയെന്ന് കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ സമിതി. അപകടത്തെ തുടർന്ന് കടന്നുകളഞ്ഞ പ്രതികളെ പിടികൂടാനായിട്ടില്ല. പാലാ ബിഷപ്പ് ഹൌസിന് മുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത്. വൈദികന്റെ നില ഗുരുതരമല്ല. കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൌസിന് സമീപം സീബ്ര ലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സാധാരണ വേഗതയിൽ വന്ന കാർ പൊടുന്നനെ വേഗത കൂട്ടി ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ പോവുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. സഭ നേരിടുന്ന പ്രശ്നങ്ങളിൽ രൂപതയുടെ ശക്തമായ സ്വരമായിരുന്നു AKCC രൂപത ഡയറക്ടർ ഫാദർ ജോർജ് ഞാറക്കുന്നേൽ. പാലാ രൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ കൂടിയാണ് വൈദികൻ. വൈദികനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു കാർ നിർത്താതെ പോയ സംഭവത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പാലാ സമിതി ആവശ്യപ്പെട്ടു. നേരായ പാതയിൽ വേഗത കൂട്ടിവന്ന് വൈദികനെ ഇടിച്ച കാർ സംഭവത്തിനു ശേഷം നിർത്താതെ പോയതിൽ ദുരൂഹത സംശയിക്കുന്നു. രൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നിധീരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാജീവ് കൊച്ചുപറമ്പിൽ, ജോസ് വട്ടുകുളം, ജോയി കണിപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ജോൺസൺ വീട്ടിയാങ്കൽ, ടോമി കണ്ണീറ്റുമാലിൽ, ജോൺസൺ ചെറുവള്ളി, ബെന്നി കിണീറ്റുകര, രാജേഷ് പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. സംഭവത്തിൽ പാലാ നഗരസഭ അടിയന്തര യോഗം ചേരുകയും കുറ്റവാളികളെ ഉടനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുവാൻ ഇന്ന് ചേർന്ന അടിയന്തര കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. അതേസമയം കുറ്റക്കാരെ പിടികൂടുന്നതിനായി പാലാ സബ് ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. കുറ്റക്കാരെ സമയബന്ധിതമായി പിടികൂടുമെന്നും സുപ്രധാന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഷിക്കനാനോസ്, കോട്ടയം.